वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ഫലങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം. ഇടവം രാശിയിൽ വ്യാഴവും, മിഥുനൻ രാശിയിൽ കുജനും, കന്നി രാശിയിൽ കേതുവും, കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും, പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില. മാസത്തിൻ്റെ അവസാനം, അതായത് മാർച്ച് 29-ാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. മാസം മധ്യത്തോടുകൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള 2.25 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ വിശദമായി പറയാം. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ ഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ്. തുലാൻ രാശിയിലുള്ള ചിത്തിര 3-4 പാദം, ചോതി വിശാഖത്തിൻ്റെ 1-2-3 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും, തുലാൻ ലഗ്നത്തിൽ ജനിച്ചവർക്കും, പിന്നെ കുജൻ്റെ ദശ, രാഹുവിൻ്റെ ദശ, വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളിലും കൃത്യതയോടുകൂടിയും വാശിയോടുകൂടിയും ഒക്കെ ചെയ്തു തീർക്കും. സംയോജിത ചിന്തയും സൂക്ഷ്മ ബുദ്ധിയും ഉപയോഗിച്ച് ജോലിയിലും ഉദ്യോഗത്തിലുമൊക്കെ കഴിവ് തെളിയിക്കും. എല്ലാ കാര്യത്തിലും ഉന്മേഷവും ചുറുചുറുക്കുമൊക്കെ ഉണ്ടാകും. ശരീര അധ്വാനമില്ലാതെ ബുദ്ധി ഉപയോഗിച്ച് ജോലികൾ ചെയ്യും. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ലോണ് പാസ്സായി കിട്ടും. ഇൻസ്റ്റാൾമെൻ്റായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ജോലി സംബന്ധമായിട്ടുള്ള പ്രഷർ ഉണ്ടാകും. ശരീര അധ്വാനം കുറയും. എങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നിരുന്നാലും ചെയ്യുന്ന ജോലി മനസ്സന്തോഷത്തോടുകൂടി ചെയ്യാൻ ശ്രമിക്കും. അധികം ചുമതലകളുള്ള ജോലിയൊന്നും ഏറ്റെടുക്കാൻ കൂട്ടാക്കുകയില്ല. മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിക്കാൻ ഇഷ്ടപ്പെടും. ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ശീലം ഇവർക്ക് ഉണ്ടാകും. പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവർത്തികളിലൊക്കെ താല്പര്യം വർദ്ധിക്കും. വെളിനാടുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ടാകും. മസാലകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല. അലർജി സംബന്ധമായ രോഗങ്ങൾ, ശ്വാസ സംബന്ധമായ രോഗങ്ങൾ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ജലദോഷം, നീർക്കെട്ട് എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട്. കടം കൊടുക്കൽ വാങ്ങൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കും. കലകളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ മനസ്സിൽ ചില നെഗറ്റീവായ ചിന്തകൾ വന്നു പോകും. ഉല്ലാസപരമായ കാര്യങ്ങൾക്കായിട്ടുള്ള യാത്രകൾ വേണ്ടതായിട്ട് വരും. ആത്മീയപരമായ കാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ കാണുന്നുണ്ട്. ആത്മീയപരമായ യാത്രകൾക്കുള്ള യോഗവും കാണുന്നു. മാസ ആരംഭത്തിൽ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ അവരെ പറ്റിയുള്ള ചില വിഷമങ്ങളും അനുഭവിക്കേണ്ട യോഗം കാണുന്നുണ്ട്. ദൈവാനുഗ്രഹം കുറച്ച് കുറവായിട്ടുള്ളൊരു മാസം തന്നെയാണ്. സമൂഹ വിരോധികളാൽ ഉണ്ടാകും പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ബാങ്ക് ജോലിയൊക്കെ ചെയ്യുന്നവർ പണമിടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്.
ഗുരുക്കന്മാരുടെയും പൂർവികരുടെയും അനുഗ്രഹം തീരെ കുറവായിട്ടാണ് കാണുന്നത്. ദാനധർമ്മ ചിന്തകൾ തീരെ കുറയും. യന്ത്രസംബന്ധമായ വിദ്യകൾ പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. പൂർവികം സംബന്ധമായ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് നിയമസഹായം തേടും. ന്യായമായ കാര്യങ്ങൾക്കായി ഏത് അറ്റം വരെ പോകാനും മടിക്കുകയില്ല. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകും. മത്സര മനോഭാവത്തോടുകൂടി പഠിക്കും. വിജയശതമാനം വർദ്ധിക്കും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള യോഗം കാണുന്നു. സഹോദരങ്ങൾ നിമിത്തം അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട്. സ്വപരിശ്രമത്താൽ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ വിജയം കാണുന്നു. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടാകും. മാതാവ് നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നു. മാതാവിൻ്റെ പ്രവൃത്തികൾ മനസ്സിന് ഇഷ്ടപ്പെടുത്തുന്ന വിധത്തിലായിരിക്കും. പ്രണയിതാക്കൾക്ക് പ്രണയത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാകും. സ്ത്രീകൾ നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു. പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്കൊക്കെ ജോലിഭാരം വർദ്ധിക്കും. മേലധികാരികളുടെ അപ്രീതിക്ക് ഇടയുണ്ട്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. ദമ്പതികൾ തമ്മിലുള്ള ഐക്യതക്കുറവ് ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗം കാണുന്നുണ്ട്. പിതാവിൻ്റെ ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല. പിതൃസ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് സ്വത്ത് കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട്. കർമ്മകാര്യങ്ങളിൽ എപ്പോഴും ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. സംഘങ്ങൾ, ട്രസ്റ്റ് എന്നിവയുടെ ചുമതലകളൊക്കെ വഹിക്കുവാനുള്ള യോഗം കാണുന്നു. മൂത്ത സഹോദരങ്ങൾ, ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും. പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ സമയം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.